സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള സർക്കാർ നീക്കത്തിൽ അടിമുടി ദുരൂഹത. കരാർ വ്യവസ്ഥകൾ ലംഘിച്ചാണ് നഷ്ടപരിഹാരം നൽകുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പദ്ധതിക്ക് തടസ്സമുണ്ടായാൽ മാത്രമാണ് സർക്കാർ നഷ്ടപരിഹാരം നൽകേണ്ടത്. 10 വർഷത്തിനുള്ളിൽ 88 ലക്ഷം ചതുരശ്ര അടി ബിൽറ്റപ്പ് ഏരിയയും 90,000 പേർക്ക് തൊഴിലവസരങ്ങളുമെന്നാണ് ടീകോം ഉറപ്പ് നൽകിയത്. നഷ്ടപരിഹാരം നിർണ്ണയിക്കാനുള്ള സമിതിയിൽ ടീകോം പ്രതിനിധി ബാജു ജോർജിനെ ഉൾപ്പെടുത്തിയതിലും ദുരൂഹത ഉണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, കരാർ ലംഘനങ്ങൾ നടത്തിയത് ടീകോം ആണ് എന്ന് വ്യക്തമായിരിക്കെ ഈ നഷ്ടപരിഹാരം നൽകാനുള്ള സർക്കാർ നീക്കത്തിലുള്ള ദുരൂഹതയും ഏറുകയാണ്. വിവരങ്ങൾ. രോഹിണി, തുടക്കം മുതൽ തന്നെ ടീകോമിനെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഈ കരാറുകളെല്ലാം തന്നെ പൂർണ്ണമായും ലംഘിച്ച സ്മാർട്ട് സിറ്റി പദ്ധതിയെ ഈ വിധമാക്കി മാറ്റിയ ടീകോമിനെ സംരക്ഷിക്കുക, ടീകോമിന് അങ്ങോട്ട് നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റൊരു കരാർ കമ്പനിയെ തേടുകയോ അത്തരത്തിൽ സർക്കാരിന്റെ നീക്കങ്ങൾ നടത്തുകയോ ചെയ്യുക എന്നത് തന്നെയാണ് ലക്ഷ്യം. അവിടെയാണ് വലിയ തുക ടീകോമിന് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. എന്നാൽ ഈ കരാർ വ്യവസ്ഥയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഏതെങ്കിലും കാരണവശാൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ കരാറിൽ പറയുന്ന കാര്യങ്ങൾക്ക് സ്വാഭാവികമായും വെള്ളം, വെളിച്ചം അടക്കമുള്ള വൈദ്യുതിയും വെള്ളവും അടക്കമുള്ള കാര്യങ്ങളിൽ എല്ലാം തന്നെ തടസ്സങ്ങൾ ഉണ്ടായാൽ അത്തരം കാര്യങ്ങൾ സർക്കാർ നൽകാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് സർക്കാരിൽ നിന്ന് ഈ പദ്ധതിയിൽ നിന്ന് സർക്കാർ നൽകേണ്ടി വരിക നഷ്ടപരിഹാരം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ ടീകോം ആണ് ഇവിടെ കരാർ ലംഘനങ്ങൾ നടത്തിയിരിക്കുന്നത്. ടീകോം വാഗ്ദാനം ചെയ്തത് 10 വർഷത്തിനുള്ളിൽ 88 ലക്ഷം ചതുരശ്ര അടിയിൽ ബിൽഡിംഗ് ഏരിയ നിർമ്മിക്കുമെന്നും ആ ബിൽഡിംഗ് ഏരിയയിലായിക്കൊണ്ട് വിവിധ സ്ഥാപനങ്ങൾ ആരംഭിച്ച് 90,000 പേർക്ക് തൊഴിലവസരങ്ങൾ നൽകുമെന്നുമായിരുന്നു. എന്നാൽ 90,000 പേർക്ക് തൊഴിലവസരങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത ടീകോമിന് 4,000, 5,000 പേരിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അവിടെ പുതിയ സ്ഥാപനങ്ങൾ ഒന്നും തന്നെ കൂടുതലായി വരികയും ചെയ്യുന്നില്ല. പൂർണ്ണമായും തന്നെ കാട് മൂടി പിടിച്ചിരിക്കുന്ന നിരവധി ഏരിയകൾ ഇപ്പോഴും ഈ ടീകോമിന്റെ ഭാഗങ്ങളിലുണ്ട്, അല്ലെങ്കിൽ സർക്കാർ പാട്ടത്തിന് നൽകിയ ഭൂമിയിലുണ്ട്. അങ്ങനെ കരാർ വ്യവസ്ഥകളുടെ പാടെയുള്ള ലംഘനം നടത്തിയിരിക്കുന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള സർക്കാർ നീക്കത്തിൽ അടിമുടി ദുരൂഹത. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.